ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഈഷ സ്പൈസി ടേസ്റ്റ് വേൾഡിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലക്കും കൊണ്ട് ഒരു അടിപൊളി തോരനാണ്. ഒപ്പം നമ്മൾ ചെറുപയറും കൂടെ ചേർത്താണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ പനീറൊക്കെ ചേർത്ത് പാലക്ക് തയ്യാറാക്കിയിട്ടുള്ള പരിപ്പ് കറിയിലൊക്കെ പാലക്ക് ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെറുപയറും കൂടെ ചേർത്ത് ആണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയും ഒത്തിരി ഗുണമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് പാലക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത പാലക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയറും കൂടെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ ഒരു ഒറ്റ വിസിലും കൊണ്ട് നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം അളിഞ്ഞു പോകുന്ന രീതിയിലല്ല വേവിച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഞെക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 1-2 വിസിൽ ഓരോ ചെറുപയറിൻ്റെ വേവിൻ്റെ അനുസരിച്ചായിരിക്കും അത് വേവിക്കുന്ന രീതി കേട്ടോ. അതിനുശേഷം നമ്മൾ അത് മാറ്റി വെച്ച് മിക്സി ജാർ എടുത്തിട്ടുണ്ട്. 5-6 ചെറിയ ഉള്ളിയും ഒരു എരിവിൻ്റെ അനുസരിച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിടി ഫ്രഷായിട്ട് ചെറിയ നാളികേരം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം, തോരൻ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിന് 1 ടീസ്പൂൺ കടുക്, ഒരു വത്തലമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കടുകും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചെറുപയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ്, അതായത് പാലക്കും ഈ ഒരു ചെറുപയറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പാലക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ പാലക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് എല്ലാവരും പറയാറുണ്ട് പാലക്ക് വേവിക്കുമ്പോൾ അളിഞ്ഞു പോകുന്നു. ഒന്നുമില്ല, ഈ ഒരു രീതിയിൽ ചെറുപയറും കൂടെ ചേർത്ത് നിങ്ങൾ പാലക്കൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗവും ആ ഒരു നാളികേരം, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചെറുപയറും പാലക്കിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.